ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എനിക്കൊരു ഡൗട്ടുണ്ട്. ഈ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്ന ആൾക്ക് ഞാൻ 1000 റുപ്പീസ് തരും. അപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് ഈ ഡൗട്ടിൻ്റെ ആൻസർ പറഞ്ഞു തന്നാൽ മതി. ഏറ്റവും ബെസ്റ്റ് ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ആൾക്ക് 1000 റുപ്പീസാണ് ക്യാഷ് പ്രൈസ്. ഓക്കെ, ഡൗട്ട് ഇത്രയേ ഉള്ളൂ. അതായത് സ്വർണത്തിൻ്റെ വില, വെള്ളിയുടെ വില കയറിയിട്ടുണ്ട്. അതാണ് സിൽവർ. വെള്ളിയുടെ വില കയറി. സ്വർണത്തിൻ്റെ വില കയറി പീക്ക് എത്തിയിട്ടുണ്ട് 13,900. അതായത് ഇറാൻ വാറിൻ്റെ ഇറാൻ വാർ തുടങ്ങുമ്പോൾ തൊട്ടിട്ടുള്ള അതിൻ്റെ ഒരു ലെവൽ ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വർണത്തിൻ്റെ വില കയറിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളിൽ സ്വർണത്തിൻ്റെ വില കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സാമ്പത്തികമായിട്ട് പ്രശ്നം വരുന്നുണ്ട് ആഗോളതലത്തിൽ. അതെന്ത് പ്രശ്നമാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അത് നോക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം അത് ഇന്ത്യയിലാണെന്ന് അറിയണല്ലോ, നമ്മുടെ രാജ്യത്താണെന്നുള്ളതാണല്ലോ ആദ്യം അറിയേണ്ടത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ആണെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ മേലെയുള്ള വിശ്വാസം കുറയുകയും ഇന്ത്യൻ RBI അടിക്കുന്ന കടപ്പത്രത്തിൻ്റെ മേലെയുള്ള വിശ്വാസം കുറയുകയും ചെയ്യുമ്പോൾ ആൾക്കാർ കൂടുതൽ പലിശ ചോദിക്കും ഈ കടപ്പത്രത്തിന്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ബോണ്ട് ഈൽഡ് ഞാൻ നോക്കി. അത് നോക്കുമ്പോൾ ഈൽഡ് കൂടിയിട്ടുണ്ട്. ഗവൺമെൻറ് ബോണ്ട് ഈൽഡ് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം കുറഞ്ഞു. അപ്പോൾ വിശ്വാസം കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ബാങ്കുകളുടെ മേലെയുള്ള വിശ്വാസം കുറയുകയും, അതൊന്ന്. രണ്ടാമത്തത്, ഇത്രയും പലിശ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാങ്കുകളിൽ ഇടാതെ ബോണ്ട് വാങ്ങാനുള്ള കോൺസെൻട്രേഷൻ കൂടും. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇതിൽ കയറാനുള്ള കോൺസെൻട്രേഷൻ കൂടും. അപ്പോൾ അതൊരു വശം. ഡൗട്ട് ഇതാണ്, അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ കറൻസിൻ്റെ മൂല്യം കുറയണ്ടേ? ഇന്ത്യൻ കറൻസിൻ്റെ മൂല്യം കൂടിയിരിക്കുകയാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അതായത് US ഡോളർ അപ്പോൾ അതിനെക്കാട്ടിലും വീക്കാണെന്നാണോ കാണിക്കുന്നത്? അപ്പോൾ USA എന്തോ ഒരു വലിയ പ്രശ്നം സംഭവിക്കുന്നുണ്ട് എന്നാണോ പറയുന്നത് എന്നാണ് എൻ്റെ സംശയം. ഇതൊരു ഡൗട്ട്. രണ്ടാമത്തത്, ഇന്ത്യൻ ബോണ്ട് ഈൽഡ് ഇത്രയും നശിച്ചിട്ടും ബാങ്ക് നിഫ്റ്റി, അതായത് ഇന്ത്യൻ ബാങ്ക്സിൻ്റെ കമ്പൈൻഡ് ഷെയർ, ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് ഈ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ബാങ്ക് കമ്പനികളുടെ ഒരു ആവറേജാണ്. അത് നോക്കുമ്പോൾ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബാങ്കുകൾ ഇന്നലെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഷെയർ മാർക്കറ്റിലെ 45% ആൾക്കാർ, 45% ഇൻവെസ്റ്റ്മെൻറ്റും ബാങ്ക് സ്റ്റോക്കുകൾക്കാണ് പോകുന്നത്. അപ്പോൾ ബാങ്ക് സ്റ്റോക്കുകൾ ഫോളോ ആയി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് തുടങ്ങേണ്ടതല്ലേ? അപ്പോൾ ഇന്ന് മുതൽ ഇനിയിപ്പോൾ ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് നശിച്ച് തുടങ്ങുമോ? അങ്ങനെ ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് നശിച്ച് തുടങ്ങുമെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളിലൊക്കെ നമ്മൾ പൈസ ഇട്ടിട്ടുണ്ട്, അതൊക്കെ നമ്മുടെ വേസ്റ്റ് ആവുമോ? മ്യൂച്വൽ ഫണ്ട് കമ്പനികളിലൊക്കെ പൈസ ഇട്ടിട്ടുണ്ട്, അത് നമ്മുടെ വേസ്റ്റ് ആവുമോ? ഇതെല്ലാമാണ് എൻ്റെ അടുത്ത ഡൗട്ട്. ഇനി മൂന്നാമത്തെ ഡൗട്ട്, ഇതിനിപ്പോൾ അമേരിക്കയിലെ പ്രശ്നം, കാരണം US ഡോളർ പൊട്ടുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ അമേരിക്കൻ ബോണ്ട് ഈൽഡ് കൂടിയത് കാരണമാണ് ഇനിയിപ്പോൾ US ഡോളർ നല്ലോണം പൊട്ടിയത്. US ബോണ്ട് ഈൽഡ് എന്ന മുന്നത്തെ ദിവസത്തിൻ്റെ മേലെ പോയിട്ടില്ല, പക്ഷെ ഇന്നലെ ഒന്ന് ചെറുതായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കയറിയിട്ടുണ്ട്. ഇനി ഇന്ന് അറിയണം അത് USA കയറുന്നുണ്ടോയെന്നുള്ളത്. പിന്നെ ഒരു മേജർ എക്കോണമിയാണ് യൂറോപ്പ്. യൂറോപ്പിൻ്റെ ബോണ്ട് ഈൽഡ് നോക്കുമ്പോൾ ടെൻ-ഇയർ ഗവൺമെൻറ് ബോണ്ട് ഈൽഡ് യൂറോപ്പിൻ്റെ നോക്കുമ്പോൾ അതും കൂടിയിട്ടുണ്ട്. അത് എനിക്ക് ഓൾ ടൈം ഹൈ ഒക്കെയാണ് തോന്നുന്നുണ്ട്. മന്ത്ലിയിൽ നോക്കുമ്പോൾ
ഇതാ 3.25 അടുത്ത് വരുന്നത്. അപ്പോൾ യൂറോപ്പ് ഏകദേശം 2012-2013 കാലഘട്ടങ്ങളിൽ ആ പീക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യൂറോൻ്റെ വാല്യൂ എന്താവും? ഇത്രയും മോശം ആവാൻ, അതായത് യൂറോപ്യൻ ബോണ്ട് yield ഇത്രയും കൂടിയിട്ടും യൂറോ INR കുറഞ്ഞിട്ടില്ല. യൂറോ INRൻ്റെ വാല്യൂ ഡിമാൻഡ് കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്ത്യൻ കറൻസിൻ്റെ മൂല്യം നല്ലോണം ഡിപ്രിഷിയേറ്റ് ആവുന്നുണ്ട്. അതിനേക്കാളും മോശമായിട്ടാണ് US ഡോളറിൻ്റെ വാല്യൂ ഡിപ്രിഷിയേറ്റ് ആവുന്നത് എന്നാണോ? അതോ ഇനിയിപ്പോൾ യൂറോ 2013 ലെവൽ, അതായത് ഏകദേശം 72 വാല്യൂ രൂപ വരെ വരും എന്നാണോ? ഇനിയിപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ വരാനുള്ള കാരണം റഷ്യ ഉക്രൈൻ വാറ് കൂടുകയും അതിൽ US ഫണ്ട് ചെയ്യാൻ പറ്റാതിരിക്കുകയും ഉക്രൈനെ റഷ്യ കീഴടക്കുകയും ചെയ്യുന്നതാണോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെട്രോൾ പ്രൈസിൻ്റെ ഇൻക്രീസ് കാരണം എക്സ്പോർട്ട് നശിക്കുകയും അത് കാരണം യൂറോപ്യൻസിന് ഫുഡ് കിട്ടാതിരിക്കുന്നതാണോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ ഇതൊരു യൂറോപ്പിൽ ഇനി വേറൊരു യുദ്ധം വരാനുള്ള സാധ്യതയാണ് ഇത് കാണിക്കുന്നത് എന്നാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ഒന്ന് പറയണം. ഇനിയിപ്പോൾ പെട്രോളിൻ്റെ വില കൂടിയത് കാരണം ഉള്ള പ്രോബ്ലംസ് മെല്ലെ കത്തി തുടങ്ങുകയാണോ എന്നാണ്. അതായത് WTI ക്രൂഡ് കൂടെ ഒന്ന് നോക്കാം. ക്രൂഡ് ഓയിലിൻ്റെ വില ഇന്നലെ വീണ്ടും കുറച്ചുകൂടെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതാണോ അടുത്ത, അതായത് ഇതിൻ്റെയൊക്കെ കാരണം റഷ്യ 2022 ഈ സമയത്താണ് റഷ്യ ഉക്രൈൻ വാർ വന്നത്. അപ്പോൾ ഏകദേശം അതേ ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. മറ്റേ ഇറാൻ വാർ കാരണം ഓൾറെഡി 112 പിന്നെ ഒന്ന് കുറഞ്ഞു. പെട്രോൾ വില എന്നിട്ട് കുറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ട് ഗവൺമെൻറ് കുറച്ചിട്ടില്ല എന്നുള്ളത് അറിയില്ല. ക്രൂഡിൻ്റെ വില കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനി വീണ്ടും ഇനിയിപ്പോൾ റഷ്യ വാറും കൂടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിൻ്റെ വാല്യൂ നല്ല രീതിയിൽ കൂടുമോ എന്നതാണ് എൻ്റെ അടുത്ത ചോദ്യം. അങ്ങനെ ക്രൂഡ് ഓയിലിൻ്റെ വാല്യൂ നല്ലോണം കൂടുകയാണെങ്കിൽ അത് നമ്മുടെ എക്കോണമിനെ നല്ല രീതിയിൽ ബാധിക്കില്ലേ എന്നുള്ളതാണ് മേജർ ചോദ്യം. പിന്നെ മൂന്നാമത്തത്, ലോകം ജപ്പാൻ്റെ അടുത്ത് നിന്ന് 20 ലക്ഷം കോടി രൂപേൻ്റെ കടം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്നിലാണ് ഇത് തിരിച്ചടയ്ക്കേണ്ടത്. അപ്പോൾ ഇത് എന്നിൽ തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ കൂടുന്തോറും തിരിച്ചടയ്ക്കുന്നത് ബുദ്ധിമുട്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ മൂന്നാമത്തെ ചോദ്യം. കാരണം എന്നിൻ്റെ വാല്യൂ ഒരു 10% കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ 20 ലക്ഷം അടയ്ക്കാൻ വേണ്ടിയിട്ട് US ഡോളർ വിൽക്കുന്നത് കൊണ്ടാണോ US ഡോളർ ഇടിഞ്ഞിരിക്കുന്നത്? അങ്ങനെ US ഡോളറിൽ നിന്ന് JPY ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ JPY വെച്ച് കടം അടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കടം തിരിച്ചടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ US ബോണ്ടുകൾ സെല്ല് ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഈ കടം വെച്ചിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് പൈസ ഇട്ടിരിക്കുന്നത്. 20 ലക്ഷം കോടി രൂപയും മെജോറിറ്റിയും സ്റ്റോക്ക് മാർക്കറ്റിലിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ ആൾക്കാർ സെല്ല് ചെയ്ത് ഒഴിവാകുകയാണോ എന്നതും എൻ്റെ ഒരു സംശയമാണ്. അപ്പോൾ ഇതിനുള്ള ഉത്തരം എന്നൊന്ന് പറയണം. കാരണം ഇത് കണ്ടോ, US സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. 1.5% ഇടിഞ്ഞിട്ടുണ്ട് US സ്റ്റോക്ക് മാർക്കറ്റ്. ഇതിനി ഇവിടെ നിൽക്കുമോ അതോ US സ്റ്റോക്ക് മാർക്കറ്റ് ഇനിയും ഇടിയുമോ എന്നുള്ളതും എന്നൊരു ചോദ്യചിഹ്നമാണ്. കാരണം US സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു കഴിഞ്ഞാൽ US എക്കോണമി തകർന്ന് പാളീസാകും. കൊറോണ ലെവലിലൊക്കെ എത്തുമെന്നുള്ളതും നോക്കണം. അങ്ങനെ US സ്റ്റോക്ക് ക്രാഷ് ആയാലും അവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെ US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടിട്ടുണ്ടോ അവിടെയൊക്കെ പ്രശ്നം വരും. US ബോണ്ട് yield കൂടിയിട്ടുണ്ട്. US ഡോളറിൻ്റെ മൂല്യം കുറഞ്ഞിട്ടുണ്ട്. അപ്പം മദർ മാർക്കറ്റായിട്ടുള്ള US ഡോളർ ക്രാഷായ ഇന്ത്യൻ IT കമ്പനീസിൻ്റെ ഭാവി എന്താവും?
ഇന്ത്യൻ എക്സ്പോർട്ട് കമ്പനീസിൻ്റെ ഭാവി എന്താവും, എക്സ്പോർട്ട് ചെയ്യുന്ന പോർട്ടുകളുടെ ഭാവി എന്താവും. അങ്ങനെ മാനുഫാക്ചറിങ്, എക്സ്പോർട്ട് ബേസ്ഡ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ജോലിയില്ല, IT-കാർക്ക് ജോലിയില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റമേഴ്സ് കുറയും. കസ്റ്റമേഴ്സ് കുറയുമ്പോൾ കസ്റ്റമേഴ്സിന് ഇല്ലാത്തതുകൊണ്ട് ആ കമ്പനികൾ അവരുടെ ഇവർക്കൊക്കെ സർവീസ് കൊടുക്കുന്ന കമ്പനികളുടെ ആൾക്കാർക്ക് ജോലി കളയുകയും ചെയ്യും. അപ്പം അതങ്ങനെ വരുമ്പോൾ ഇതൊരു വലിയ പ്രോബ്ലം ആകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം എന്തോ ഒരു ഡിസ്പാരിറ്റി അല്ലെങ്കിൽ മിസ്മാച്ച് ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം. ഇത് നിങ്ങൾ ഉത്തരം ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഇടണം. ബെസ്റ്റ് ആൻസറിന് 1000 rupees ക്യാഷ് പ്രൈസ് ഉണ്ടാവും.